സോ ഗൈസ് വെൽക്കം ബാക്ക്. ഇത് പുതിയൊരു സീസണാണ്. ലോകം SMB എന്ന് പറയുന്നതിൽ സീസണിലെ 1 എപ്പിസോഡ് 1 ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. മൊത്തം 6 പ്ലേയേഴ്സിനായിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ഞാനിപ്പോൾ സ്റ്റാർട്ടർ ബേസ് വേണ്ടി ഞാൻ നല്ലൊരു ഏരിയ കണ്ടുപിടിച്ചിരിക്കുന്നതാണ്. അത് ഇവിടെയായിട്ടാണ് ടെറാഫോം ചെയ്തിട്ടേക്കുന്നത് പണിയാൻ വേണ്ടി. സോ ഇതിന് നമുക്ക് ഒരുപാട് വുഡ് ആവശ്യമുണ്ട്. സോ വുഡ് കഴിഞ്ഞാൽ നമുക്ക് ദാക്കാണ് ഡയറക്ഷനിൽ പോകുമായിരുന്നു. സോ ഞാൻ നേരെ നോക്കിയപ്പോൾ ഇവിടെ ഒരു ജംഗിൾ ടെമ്പിൾ കണ്ടു വെച്ചത് നേരെയാണ് പക്ഷേ ഇത് വെള്ളത്തിൻ്റെ നടുക്കായിട്ടാണ് ഈ ജംഗിൾ ടെമ്പിൾ. നോക്കി വെള്ളത്തിൻ്റെ നടുക്കാണ് സംഭവിക്കുന്നത്. ഇതെല്ലാം നമുക്ക് പോയി നോക്കാം. സോ ഗൈസ് ഞാൻ ടോർച്ച് എടുത്ത് ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. വീട്ടിൻ്റെ ചെസ്റ്റിൽ കോൾ എടുത്ത് ടോർച്ച് ഉണ്ടാക്കി. പിന്നെ അത് ട്രാപ്പ് ഉണ്ടാവില്ലേ? അതെ സ്ട്രെയിനില്ലേ ഇത്രയുള്ളൂ ട്രാപ്പ് കളഞ്ഞു. ഇനി ഇവിടെ ഉണ്ടാവില്ല ട്രാപ്പ്. ഇവിടെ ട്രാപ്പ് ഗൈസ്. ജസ്റ്റ് വൈൽഡ് ആർമർ ട്രീ കൊള്ളാം. സോ ഗൈസ് ഇതിൻ്റെ അകത്തും കൂടി ലൂട്ട് ഉണ്ടാവില്ല, നമുക്കതും കൂടി അതെ ചെസ്റ്റ് അതിനകത്ത് ഇരിപ്പുണ്ട്. ഇതിൻ്റെ അകത്ത് ഇനി എന്താണാവോ? ഇതിൻ്റെ അകത്തും ഗോൾഡും ബാമ്പും കുറേശ്ശെ ഒരു അയണും കൂടി തന്നിട്ടുണ്ട്. സോ ഗൈസ് അതിന് ശേഷം ഞാൻ തിരിച്ച് ബേസിലോട്ട് വന്നു. പിന്നെ വുഡെല്ലാം വെട്ടിയതിന് ശേഷം ബേസിൻ്റെ ഫസ്റ്റ് സ്ട്രക്ചർ പണിതിട്ടുണ്ട്. അടുത്ത ക്ലിപ്പ് അതാണ്. സോ ഗൈസ് ഇതാണ് ഫസ്റ്റ് ലുക്ക്. ഇത് സ്ട്രക്ചറിൻ്റെ ഒരു ചെറിയ വലുതായിട്ടുള്ള സ്റ്റാർട്ടർ ബേസാണ് ഉദ്ദേശിച്ചേക്കണത്. ഇതിനൊരുപാട് റിസോഴ്സിന് വേണ്ടി വരും, അതാണ് പ്രശ്നം. മാക്സിമം നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ നോക്കാം. ഇതൊരു റിവൈൻ്റെ മേളിലാണ് കൊണ്ടാണ് പണിത് വെച്ചേക്കണം. സ്ഥലം വരെ കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇത് ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ട് ഞാൻ ഇപ്പോൾ വരാം. സോ ഗൈസ് അതിൻ്റെ ഇടയിൽ ഞാൻ താഴെ കണ്ട് റിവീനിലോട്ട് ഇറങ്ങി. അവിടെ നിന്ന് ഞാൻ കുറച്ച് കോള് മൈൻ ചെയ്തു, അതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അവിടെ നിന്ന് കുറച്ച് കോളും കൂടി എടുത്തു, ഇതെല്ലാം സ്മെൽറ്റ് ചെയ്യാൻ വേണ്ടി. അതിനിടയിൽ കുറച്ചും കൂടി അയൺ കിട്ടിയായിരുന്നു. ഒരു 1, 2, 5, 6, 7 എണ്ണം കിട്ടി. അതും കൂടി എടുത്തു ഞാൻ. സോ ഗൈസ് എനിക്ക് ബേസ് പണിയാൻ കുറച്ച് ഡീപ്പ് സ്ലിറ്റിൻ്റെ ആവശ്യമുള്ളതുകൊണ്ട് ഞാൻ ഒരു കേവിൻ്റെ അകത്തോട്ട് ഇറങ്ങി മാക്സിമം അടിയിലോട്ട് ഡിഗ് ചെയ്ത് പോണ വഴിക്ക് കുറച്ച് ഡയമണ്ട് കിട്ടി. അടുത്ത ക്ലിപ്പ് അതാണ്. സോ ഗൈസ് ഓൾറെഡി എനിക്ക് 3 എണ്ണം കിട്ടി. പിന്നെ പോകുന്ന വഴിക്ക് ഞാൻ ഇവിടെ വെച്ച് വീണ്ടും ഒരു 5-6 ഡയമണ്ട് കിട്ടി. ടോട്ടൽ എനിക്കൊന്നൊരു 7-8 ഡയമണ്ട് കിട്ടിയായിരുന്നു. 8 ഡയമണ്ടോളം കിട്ടി. പിന്നെ ഇനി ഡീപ്പ് സ്ലേറ്റ് മൈനിങ്, ഇവിടെ നിന്ന് അടിയിലോട്ട് അങ്ങോട്ട് മൈൻ ചെയ്യാം. ഈ അയൺ പിക്കാക്സ് സ്ലോ ആണ്. സോ ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാനായിരിക്കും നല്ലത്. സെർവറിന് ഇച്ചിരി പിങ് ഉണ്ട്. സോ ഞാൻ പിക്കാക്സ് തീരണ വരെ മൈൻ ചെയ്തിട്ട് ഇപ്പം വരാം. സോ ഗൈസ് അങ്ങനെ പിക്കാക്സ് തീരണവനെ മൈൻ ചെയ്തു ഗൈസ്. 2 സ്റ്റാക്കും 29 എണ്ണം ഡീപ്പ് സ്ലേറ്റ് കിട്ടി ഗൈസ്. നമുക്കിനി നേരെ ബേസിലോട്ട് പോകാം. സോ ഗൈസ് അപ്പം ഞാൻ ഇവിടെ കുറച്ച് ഡീപ്പ് സ്ലേറ്റ് വെച്ച് ഗൈസ്. ഇനി സൈഡിലോ ഒക്കെ കൊണ്ട് കുറച്ചും കൂടി ഒരു സ്ട്രക്ചർ സൈഡിൽ പണിതിട്ടുണ്ട്. സോ ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം ഗൈസ്. സോ ഗൈസ് അപ്പം നമ്മൾ നമ്മുടെ കയ്യിലുള്ള ഡയമണ്ട് കൊണ്ട് ഡയമണ്ട് പിക്കാക്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഉള്ളത് വെച്ച് പിക്കാക്സ് ഉണ്ടാക്കിയാൽ ആ ബ്ലോക്കൊക്കെ മൈൻ ചെയ്യാൻ അയൺ ഇച്ചിരി പണിയാണ്. സോ അയൺ വെറുതെ ഇരിക്കട്ടെ, നമുക്ക് ഡയമണ്ട് പിക്കാക്സ് കൊണ്ട് സെറ്റാക്കാം. സോ ഇത്രയും സെറ്റാക്കി സ്ട്രക്ചർ ഇതിൻ്റെ മേളിൽ കാണിച്ചു തരാം. ഇത് താഴെ പോയി. ഓക്കെ ഗൈസ് വീണ്ടും പിടിച്ച് വെച്ച് കയറിയിട്ടുണ്ട്. ഇതാണ് ഇപ്പോൾ ഇത്രയും പണികൾ നടക്കുന്ന സ്ട്രക്ചർ. ബാക്കി സ്ട്രക്ചർ അടുത്ത എപ്പിസോഡിൽ പണിതായിരിക്കും. അപ്പോൾ ഗൈസ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് ഉടനെ വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ.